എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ പള്ളിയുടെ മുഖവാരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ ദേവാലയം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് പോട്ട ചെറുപുഷ്പ ദേവാലയമാണ്. പോട്ട ഈ ഇടവക ദേവാലയം വലിയൊരു തിരുനാളിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മുടെ ചെറുപുഷ്പം എന്ന് അറിയപ്പെടുന്ന കത്തോലിക്ക സഭയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളാണ്. ഒക്ടോബർ 5, 6 തീയതികളിൽ പോട്ട ഇടവക സമൂഹം ആഘോഷിക്കുന്നത്. ഏറ്റവും വലിയ തിരുനാളാണ്. ഈ പോട്ടയുടെ ഇടവക സമൂഹം ആഘോഷിക്കുന്ന ഏറ്റവും വലിയ തിരുനാളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടേത്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുകയും അതോടൊപ്പം തന്നെ വിശുദ്ധിയുടെ കുറുക്കുവഴികൾ കണ്ടെത്തി നിഷ്കളങ്കമായ സ്നേഹത്തിൽ വളർന്ന് വിശുദ്ധിയിൽ എത്താനായിട്ട് പഠിപ്പിച്ചൊരു വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. തീർച്ചയായിട്ടും കോട്ടയിലെ സമൂഹം ഈ തിരുനാളിനെ എല്ലാവിധ മതവിഭാഗങ്ങളും വളരെയധികം സന്തോഷത്തോടും മതമൈത്രിയിലും കാണുന്ന ഒരു വലിയ തിരുനാളാണ്. ഒക്ടോബർ 5, 6 തീയതികൾ ആഘോഷിക്കുന്നു. അടുത്ത വ്യാഴാഴ്ച സെപ്റ്റംബർ 26 തീയതിയാണ് കൊടിയേറ്റം. ഒക്ടോബർ 5 തീയതി നമ്മുടെ ഇരിഞ്ഞാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ പിതാവൊക്കെ വരുന്നുണ്ട്. ഒക്ടോബർ 6 തീയതിയാണ് ഊട്ടുനേർച്ച പരിപാടികൾ. ഈ തിരുനാളിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ തിരുനാളിനോടനുബന്ധിച്ച് ജേക്കബ് പഞ്ഞളേച്ചൻ്റെ ധ്യാനം നടന്നു. അതിനുശേഷം സെപ്റ്റംബർ 18 തീയതി, അതായത് ഇന്ന് മുതൽ വിശുദ്ധയുടെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നും 46ഓളം യൂണിറ്റ് ഉണ്ട്. 1800-നടുത്തുള്ള ഇടവക കുടുംബാംഗങ്ങൾ ഈ പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിലുണ്ട്. അപ്പോൾ 46 യൂണിറ്റുകളിലും ഓരോ യൂണിറ്റിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വീടുകളിൽ അലങ്കരിച്ച് വെച്ച പ്രത്യേക വേദിയിലേക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുസ്വരൂപവും തിരുശേഷിപ്പും ഒരു വലിയ റാലിയായിട്ട് എത്തുകയാണ്. വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി ആരംഭിക്കുകയാണ്. തിരുനാളിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ധന്യമായ നിമിഷങ്ങളാണിത്. നമുക്കെന്തായാലും ഈ തിരുനാളിൻ്റെ ഈ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള ഈ യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ കർമ്മങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ നാടിൻ്റെ മുഴുവൻ ആത്മീയ ഉണർവിൻ്റെ അവസരമായിട്ട് മാറണം. അതിന് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട്. എല്ലാ യൂണിറ്റുകളും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ 46 യൂണിറ്റുകളിലൂടെയും ഈ പ്രയാണം കടന്നു പോകുമ്പോൾ, ഓരോ വീടുകളും കടന്നു പോകുമ്പോൾ, ഓരോ യൂണിറ്റുകളും കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി ധാരാളം ദൈവകൃപകൾ നമ്മുടെ ഈ നാടിന് വർഷിക്കപ്പെടാൻ ഈ തിരുനാൾ വലിയൊരു ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ അവസരമായിട്ട് മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയിലെ മറ്റുള്ളവരൊക്കെ കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഈ നാടിൻ്റെ മുഴുവൻ ആത്മീയമായിട്ട് ഉണർവിൻ്റെ അവസരമായിട്ട് ഈ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഈ തിരുസ്വരൂപ തിരുശേഷിപ്പ പ്രയാണം നമ്മൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രയാണം അവസാനിച്ച് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ തിരുനാളിന് കൊടി കയറുകയാണ്. പിന്നെ അങ്ങോട്ട് 9 ദിവസം തുടർച്ചയായിട്ട് നവനാൾ കുർബാനകളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന അവസരം. തുടർന്ന് തിരുശേഷിപ്പ് ചുംബിക്കാനായിട്ടുള്ള അവസരം. അതുപോലെ തന്നെ കുടിവെച്ച് വാഴിക്കുന്ന വലിയൊരു കർമ്മം, ഒരു ആത്മീയമായിട്ടുള്ള തിരുനാൾ ഏറ്റെടുക്കുന്ന പ്രക്രിയ, അത് ഈ ഇടവകയുടെ ഒരു വലിയ സമ്പത്താണ്. അത് നടക്കുന്നു. അതോടൊപ്പം തന്നെ തിരുനാൾ കടന്നു വരുന്നു. ഇതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ തിരുസ്വരൂപ തിരുശേഷിപ്പ് പ്രയാണത്തിന് ആരംഭം കുറിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ വലിയ ചരിത്ര സംഭവങ്ങളിലൂടെയൊന്നും കടന്നുപോകാതെ വിശുദ്ധയായവൾ, വലിയ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും രചിക്കാതെ വേദപാരംഗതയായവൾ, കന്യകാ മഠത്തിൻ്റെ പുറത്തു പോകാതെ പ്രേക്ഷിത പ്രവർത്തകരുടെ മധ്യസ്ഥയായവൾ, ആവിലായിലെ ത്രേസ്യ, സിയന്നായിലെ കത്രീന എന്നിവരോളം സഭയിലുയർന്ന സ്ഥാനം ലഭിച്ചവൾ, മഹത്കാര്യങ്ങളൊന്നും ചെയ്യാതെ നിശബ്ദമായി ജീവിച്ച് ഏവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവൾ, എളിമയോടും ത്യാഗമനോഭാവത്തോടും കൂടെ ജീവിതത്തെ സമീപിച്ചവൾ, മിഷണറിയോ രക്തസാക്ഷിയോ ആകാതെ കത്തോലിക്ക സഭയിൽ ഉന്നതമായ സ്ഥാനം നേടിയവൾ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ടെത്തി അനേകം ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിച്ചവൾ, ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ.
ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കൊച്ചുത്രേസ്യ പുണ്യവതി മാതാവിൻ്റെ യൂണിറ്റിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ തിരുശേഷിപ്പിനെ വണങ്ങുകയും രൂപത്തെ വണങ്ങുകയും ചെയ്യാം. യൂണിറ്റിനെ നയിക്കുന്ന ഭാരവാഹികളെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥത്താൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സമ്പന്നരാക്കുകയും സകല ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കുവഴികൾ കണ്ടെത്തുകയും നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ പോട്ട ദേശവാസികൾക്കൊക്കെ സന്തോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആത്മീയ ഉത്സവമാണ്. ഒക്ടോബർ 5, 6 ശനി ഞായറുകളിൽ വിശുദ്ധയുടെ തിരുനാൾ പോട്ട ഇടവക സമൂഹം ഭക്ത്യാദരങ്ങളോടെ ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ ഒരുക്കമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുസ്വരൂപ തിരുശേഷിപ്പ് പ്രയാണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 46 യൂണിറ്റുകളിലും പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലേക്ക് വിശുദ്ധയുടെ തിരുസ്വരൂപവും തിരുശേഷിപ്പും വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികർ കടന്നു വരുമ്പോൾ ഭക്ത്യാദരങ്ങളോടെ വിശുദ്ധയെ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുകയാണ് വിശ്വാസികൾ. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച കൊടിയേറുന്ന തിരുനാളിന് തുടർന്ന് നവനാൾ നൊവേന ആരംഭിക്കുന്നു. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 4:30 പ്രസിദ്ധന്തി വാഴ്ച, മുടിവെച്ച് വാഴിക്കൽ, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണവും ബാൻഡ് മേളവും. മുഖ്യ കാർമ്മികൻ ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ. തിരുനാൾ ദിവസമായ ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാനയും ഊട്ടുനേർച്ച വെഞ്ചിരിപ്പും. രാവിലെ 8:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, തിരുനാൾ സന്ദേശം എന്നിവ നടക്കുന്നു. കാർമ്മികൻ ഫാദർ ആൻഡോ പാണാടൻ. തിരുനാൾ സന്ദേശം റവറൻ ഫാദർ വിൻസെന്റ് കുണ്ടുകുളം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ശിശുക്കൾക്ക് നേർച്ചകൂട്ട്. 8-ാമിടമായ ഒക്ടോബർ 13 ഞായറാഴ്ച വൈകിട്ട് 4:30 ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ സന്ദേശവും. കാർമ്മികൻ റവറൻ ഫാദർ ബിനീഷ് കോട്ടയ്ക്കൽ. തുടർന്ന് വൈകിട്ട് 7 CLCയുടെ നേതൃത്വത്തിൽ പാല കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഗാനമേള. പോട്ട ചെറുപുഷ്പ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിൽ സംബന്ധിച്ച് വിശുദ്ധയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാൻ എല്ലാ ഭക്തജനങ്ങളെയും പോട്ട ചെറുപുഷ്പ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഈ യൂണിറ്റിനോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിനാരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ, കൊച്ചു പൂവാണു നീ. അമ്മേ കണ്ണേ കൊച്ചുത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കണ്ണേ കൊച്ചുത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചുത്രേസ്യേ, സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചുത്രേസ്യേ, ദൈവത്തിനാരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ, കൊച്ചു പൂവാണു നീ. യുടെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.